വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നൂല്ലേ? അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കാണുമല്ലോ അല്ലേ? നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഞാൻ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും വീഡിയോകൾ മുൻ ക്ലാസ്സുകളിൽ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുകയും ചെയ്യണം. ഓക്കെ, എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നോക്കൂ, വെൻ ദ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ വെയർ മെഷേർഡ് വിത്ത് എ റോപ്പ്, the width was found to be 1/4 part of the rope and the length was found to be 1/3 part of the rope. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിലൊരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വെച്ച് മെഷർ ചെയ്യുന്നു? റോപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. അന്നേരം അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1/4 പാർട്ട് ഓഫ് ദി റോപ്പ്, റോപ്പിൻ്റെ 1/4 പാർട്ടാണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 1/3 പാർട്ട് ഓഫ് ദി റോപ്പാണ്. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത്? എന്താണ് വിഡ്ത്തിൻ്റെയും ലെങ്ത്തിൻ്റെയും റേഷ്യോ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം വിഡ്ത്തിൻ്റെ എത്രയാണ്? 1/4 പാർട്ടാണ്. ലെങ്ത്തിൻ്റെ എത്രയാണ്? 1/3 പാർട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആ റേഷ്യോ ബിറ്റ്വീൻ എന്താണ്? റേഷ്യോ ബിറ്റ്വീൻ ഏതാണ്? ലെങ്ത്ത് ആൻഡ് വിഡ്ത്ത് അല്ലേ? വിഡ്ത്ത് ആൻഡ് ലെങ്ത്ത് എടുത്ത് എഴുതണം. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 1/4 എന്താണ്? 1/3 അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നമ്മുടെ ഡിനോമിനേറ്റർ ഛേദം സെയിം അല്ല. അപ്പം നമ്മൾ എങ്ങനെ റേഷ്യോ കാണും? നമുക്ക് റേഷ്യോ കാണണ്ടേ? റേഷ്യോ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത് അല്ലേ? റേഷ്യോ കാണണമെങ്കിൽ റേഷ്യോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ തന്നിരിക്കുന്നത് സെയിം അല്ല. അപ്പം ഡിനോമിനേറ്റർ, അതായത് ഛേദം തന്നിരിക്കുന്നത് സെയിം അല്ല. അപ്പം ഛേദം നമ്മൾ എന്താക്കണം? സെയിം ആക്കണം. അപ്പോൾ നോക്കൂ, എങ്ങനെ ചെയ്യും? 1 × 3 3 അല്ലേ? 4 × 3 എത്ര എഴുതും? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 4 × 3 12 അല്ലേ? അടുത്തെന്താണ്? 1 × 4 4 × 3 12. അപ്പോൾ നമുക്ക് എന്തായി? ഡിനോമിനേറ്റർ ഛേദം എന്തായി? സെയിം ആയി. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നോക്കൂ, ഇപ്പം എന്താണ്? രണ്ടിൻ്റെയും എന്താണ്? ഡിനോമിനേറ്റർ ഛേദം സെയിം ആണ്. അതുകൊണ്ട് നമ്മുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? 3:4 എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിൻ്റെ റേഷ്യോ കണ്ടു? വിഡ്ത്തിൻ്റെയും ലെങ്ത്തിൻ്റെയും റേഷ്യോ കണ്ടു. എന്താണ്? 3:4. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ റേഷ്യോ എഴുതുക? 3:4. ക്ലിയർ ആയോ? നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. രാമു ആൻഡ് രാജു സ്റ്റാർട്ടഡ് എ ബിസിനസ്. രാമുവും രാജുവും കൂടി ഒരു ബിസിനസ് ആരംഭിച്ചു അല്ലേ? സ്റ്റാർട്ട് ചെയ്തു. രാമു ഇൻവെസ്റ്റഡ് 30,000 rupees ആൻഡ് രാജു ഇൻവെസ്റ്റഡ് 60,000 rupees. രാമു അതിനുവേണ്ടി എത്ര മുടക്കി? എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 30,000. രാമു എത്ര? 30,000. രാജു എത്ര ഇൻവെസ്റ്റ് ചെയ്തു? രാജു 60,000. രാജു 60,000 രൂപയും മുടക്കി. ദേ മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 9,000 rupees. അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയത്? 9,000 ആണ് അല്ലേ? ഇനി ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? അവരെന്താ ചെയ്തത്? അവർക്ക് ഈ 9,000 rupees എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ വേണം അവർക്ക് എന്ത് ചെയ്യാൻ? ഈ പ്രോഫിറ്റിനെ എന്ത് ചെയ്യാൻ? അവർക്ക് വിഭജിച്ചെടുക്കാൻ, അവർക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ. ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അതിൻ്റെ റേഷ്യോ. ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതണം? രാമുവും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റേഷ്യോ നോക്കണം. അപ്പോൾ റേഷ്യോ ഓഫ് എത്രയാണ്? ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണ്? 30,000 എത്രയാണ്? 60,000 അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ത് വരും? 3:6. ഇതിനെ നമുക്ക് വീണ്ടും ചുരുക്കാം. എങ്ങനെ? 1:2. ക്ലിയർ ആയല്ലോ? ഒരു 3 6. ക്ലിയർ ആണല്ലോ? ഇനി
നോക്കൂ, ഇനി നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്? 9,000 റുപ്പീസാണ് അല്ലേ? 9,000 റുപ്പീസാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് രാമുവിന് കിട്ടിയത് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? രാമു ഗോട്ട് എത്ര കിട്ടിയിട്ടുണ്ടാവും? 9,000. എങ്ങനെ രാമുവിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് ഓഫ് രാമു എത്രയായിരിക്കും? 9,000 ഇൻറ്റു എത്രയാണ്? 1/3 അല്ലേ? 9,000 ഉള്ളപ്പോൾ 3,000 അങ്ങനെ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 1/3 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 3 3 23 9. അപ്പോൾ എത്ര കിട്ടണേ? 3,000. അപ്പോൾ രാമുവിന് കിട്ടിയത് എത്രയാണ്? 3,000 റുപ്പീസാണ്. ഇനി രാജുവിന് കിട്ടണത് എത്ര നോക്കണം. അപ്പോൾ നമുക്ക് രാജുവിനെ നോക്കണം അല്ലേ? രാജുവിന് എങ്ങനെ തന്നെയാണ്? 9,000 തന്നെ നമ്മൾ എഴുതണം. ഇൻറ്റു എത്രയായിരിക്കും? 2/3 അല്ലേ? 3ൽ 2 ഭാഗമാണ് ആർക്ക് കിട്ടേണ്ടത്? രാജുവിന് കിട്ടുന്നത്. നോക്കൂ, അപ്പോൾ എത്രയാണ്? അത് അല്ലേ? അപ്പോൾ 3 × 2 എത്രയാണ്? 6. അപ്പോൾ 6,000 റുപ്പീസാണ് ആർക്ക് കിട്ടുക? രാജുവിന് കിട്ടുക. അപ്പോൾ ഓരോരുത്തരുടെയും എത്ര വെച്ച് കിട്ടിയെന്ന് എഴുതണം. രാജുവിന് എത്ര കിട്ടി? രാമുവിന് എത്ര കിട്ടി? രാമുവിന് 3,000ഉം രാജുവിന് എത്ര കിട്ടി? 6,000ഉം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ക്ലാസ് there are 12 boys and 21 girls. എത്ര ഒരു ക്ലാസ്സിൽ എന്തുണ്ട്? 12 ബോയ്സും 21 ഗേൾസും ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എത്രയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. എത്രയാണ് നമുക്കറിയാം? 12 ബോയ്സ്. അപ്പോൾ 12:21 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? 4:7. എത്രയാണ്? 4:7. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Write the product of the numbers from 1 to 13 as the product of powers of different primes. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 1 to 13 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഫ്രം 1 to 13 as the product of powers of different primes. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 13 വരെയുള്ള നമ്പേഴ്സ് എഴുതണം അല്ലേ? 1 2 3 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 ഇൻറ്റു 11 ഇൻറ്റു 12 ഇൻറ്റു 13 എന്ന് എഴുതണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഓരോന്നിൻ്റെയും നോക്കാം. 1 തന്നെ 2 2 അല്ലേ? 3 3. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. ഇൻറ്റു 5നെ നമുക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെ തന്നെ ഇട്ടു. 6നെ എങ്ങനെ എഴുതാം? 2 × 3യുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. 2 × 3 6 അല്ലേ? 7 അങ്ങനെ തന്നെ. 8 നമുക്ക് എങ്ങനെ എഴുതാം? 2⁻³ അല്ലേ? 2 × 2 4 4 × 2 8 അല്ലേ? 9നെയോ 3യുടെ എന്താണ്? 3 × 3 അല്ലേ? 3² ആയിട്ട് എഴുതാം. 3 × 3 9 അല്ലേ? ഇൻറ്റു ഇനി 10നെ എങ്ങനെ എഴുതാം? 2 × 5 അല്ലേ? 2 × 5 എത്രയാണ്? 10 ഇൻറ്റു ഇനി 11 ഇല്ല അല്ലേ? 12 2² ഇൻറ്റു 3 അല്ലേ? 2² എന്ന് പറഞ്ഞാൽ 4 4 × 3 നമുക്ക് എന്താ എഴുതാം? 12 കിട്ടും അല്ലേ? ഇൻറ്റു 13 ഇങ്ങനെ എഴുതാം. ഇതിന് ശേഷം നിങ്ങൾ നോക്കിയേ, ഓരോ 2 ആദ്യം നമുക്ക് 2കളെല്ലാം എടുക്കുക. 2 × 2² ഉണ്ട്. അടുത്തതാണ് എന്ത്? 2 ആണ്. ഇൻറ്റു അടുത്ത 2³ ഉണ്ട്. ഇൻറ്റു പിന്നെ എന്താണ്? ഒരു 2 × 5 ഒരു 2 ഉണ്ട്. പിന്നെ 2² ഇൻറ്റു 2² ഉണ്ട്. ഇൻറ്റു ഇനി എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 3യുടെയും കാണും അല്ലേ? ഇനി അടുത്ത് 3 എടുക്കാം. 3 എത്ര നോക്ക്? ഏതൊക്കെയാണ്? 3 ഇൻറ്റു പിന്നെ ഏതിലാണ് 3 വന്നത്? അടുത്തതും ഒരു 3 തന്നെ. പിന്നെ 3² പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ ഒരു 3യും കൂടെ ഉണ്ട് അല്ലേ? അപ്പം എത്ര? ഇൻറ്റു ഇനി എത്രയാണ്? ഇനി എന്താ നോക്കുന്നത്? ഇനി 4ൽ ഇനി 5 ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? 5 നോക്കൂ. 5 1 5 ഇൻറ്റു വേറെ എവിടെയാണ് 5 ഉള്ളത്? 10ൻ്റെ അവിടെ 5 2 5 എഴുതി. ഇൻറ്റു ഇനി ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്കില്ലാത്ത? 7 ഇൻറ്റു പിന്നെ ഏതാണ്? 11 ഇൻറ്റു 13 അല്ലേ? അതല്ലേ നമ്മൾ എഴുതാനുള്ളൂ. ക്ലിയർ ആയോ? 7 2 എഴുതി, 3 എഴുതി, 5 എഴുതി അല്ലേ? ഇനി 7 ഉണ്ട്, 11 ഉണ്ട്, 13. 7 11 13
ഇത് 3 കൂടി മൾട്ടിപ്ലൈ. അപ്പോൾ 2 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ 2 എണ്ണം. 2 1 3 4 5 6 7 8 9 10 അല്ലേ. അപ്പോൾ 2 എത്ര വരും? 2 വരും. ഇൻറ്റു 3യുടെയോ 2 2 3 4 1 5. അപ്പോൾ എത്ര എണ്ണം വന്നു? 3 എത്ര വന്നു? 5 ഇൻറ്റു അടുത്തത് എത്രയാണ്? 5ൻ്റെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 5² ഇൻറ്റു ഇനി എന്താണുള്ളത്? 7 ഇൻറ്റു 11 ഇൻറ്റു 13. ഇത്രയാക്കിയിട്ട് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ? 2 ഇൻറ്റു 3 ഇൻറ്റു 5² ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 13. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നമ്പർ ഓഫ് 12² ഇൻറ്റു 21³ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. എങ്ങനെ എഴുതുക നമ്മൾ? റൈറ്റ് ദ നമ്പേഴ്സ് 12² ഇൻറ്റു 21³ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. നമുക്ക് എങ്ങനെ എഴുതാം? 12 നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇതാ 2² ഇൻറ്റു 3 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 2² എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 12 അല്ലേ. 12² ഇങ്ങനെ ആക്കിയിട്ട് 12നെ എഴുതാം അല്ലേ. 2 ഇൻറ്റു 2 ഇൻറ്റു എന്താണ് 3. അപ്പോൾ എത്ര കിട്ടണേ? 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 12. അപ്പം നമുക്ക് 12² ഇങ്ങനെയാക്കി എഴുതാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ 2 ഇൻറ്റു 3² എന്ന് എഴുതാം. ഇൻറ്റു നമുക്ക് എന്ത് എഴുതും? പിന്നെന്ത് എഴുതും? അടുത്തതിൻ്റെ എത്രയാണ്? 21³ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 അല്ലേ. 21³ ഇങ്ങനെ എഴുതാം അല്ലേ. 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 21³ ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് ഇനി ഇതിനെ നിങ്ങൾ ചുരുക്കി 2² ഇൻറ്റു ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം. എങ്ങനെ എഴുതും നോക്കൂ? എങ്ങനെ എഴുതും? ഇതിനെ നോക്കൂ എങ്ങനെ എഴുതും? 2² ഒരെണ്ണം പുറത്തുണ്ട്. ഇതിനെ പുറത്തുള്ളതിനെ കൊണ്ടും ഈ സ്ക്വയറിനെയും കൊണ്ടും നമ്മൾ ഗുണിക്കണം. അപ്പോൾ 2² ഹോൾ സ്ക്വയർ ഇൻറ്റു അടുത്തത് എത്രയാണ്? 3² അല്ലേ. 3² ഇൻറ്റു അടുത്തല്ലോ 3³ ഇൻറ്റു 7³ ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2² 4 ഇൻറ്റു എത്ര? 3യുടെ എത്രയുണ്ട്? 3യും 2 അല്ലേ. അപ്പോൾ എത്ര? 3/5 2 + 3 5. ഇനി ഇൻറ്റു എത്രയാണ്? 7/3. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളെങ്ങനെ കിട്ടണേ? 2/4 ഇൻറ്റു 3/5 ഇൻറ്റു 7/3. എങ്ങനെ നമ്മൾ ചെയ്തത്? ആദ്യം 12ൻ്റെ സ്ക്വയർ 2² ഇൻറ്റു 3 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12² കിട്ടും അല്ലേ. 4 ഇൻറ്റു 3. ഇനി ഇവിടെ 3 ഇൻറ്റു 7 ഹോൾ ക്യൂബ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 21³ എന്ന് കിട്ടും. ഇനി 2²നെ സ്ക്വയറും കൊണ്ട് പുറത്തുള്ളതിനിട്ട്. അപ്പോൾ 2² ഹോൾ സ്ക്വയർ ഇൻറ്റു 3² ഇൻറ്റു അടുത്തന്നെ 3³ ഇൻറ്റു എന്താണ്? 7³ അപ്പോൾ 2 എത്രയാണ്? 2/4 എന്ന് കിട്ടും. ഇൻറ്റു 3യോ 3 5 എണ്ണം അല്ലേ. 3² ഇൻറ്റു 3/3 എന്നല്ലേ. അപ്പോൾ 5 എണ്ണം 3/5 ഇൻറ്റു 7/3. ഇതാണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 2/10? എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 2/10? 2/10ൻ്റെ ഹാഫ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2/10ൻ്റെ ഹാഫ് പകുതി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2/10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/10 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു ഇങ്ങനെ 10 പ്രാവശ്യം ഗുണിക്കുന്നതായിരിക്കും അല്ലേ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 2/10നെ 10 പ്രാവശ്യം ഗുണിച്ച് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? 2/10/2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2നെ 10 പ്രാവശ്യം ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണേ? 1024 എന്നാണ് കിട്ടുന്നത്. അതേ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 512 ആണ്. 512 എന്ന് പറഞ്ഞാൽ 2നെ 9 പ്രാവശ്യം ഗുണിക്കുന്നതിൻ്റെ 9 പ്രാവശ്യം ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 2 3 4 5 6 7 8 9
9 പ്രാവശ്യം എന്താണ് ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 512 അപ്പോൾ 10 പ്രാവശ്യം ഗുണിച്ചിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതിന് തുല്യമാണ് എന്തെന്ന് പറയുന്നത് 2വിനെ 9 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നത് 2⁹. അപ്പോൾ 9 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഈക്വലാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണേ 512 കിട്ടുന്നത്. 9 പ്രാവശ്യം ഗുണിച്ച് കഴിയുമ്പോൾ 512 കിട്ടുന്നത്. 10 പ്രാവശ്യമാണെങ്കിൽ 1024. അതിനെ ഡിവൈഡഡ് ബൈ 2 അതിൻ്റെ ഹാഫും കൊണ്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറും 2നെ 9 പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എന്താണ് ഈക്വലാണ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ശരിയായ ആൻസർ 2⁻10ൻ്റെ ഹാഫ് എന്തിന് ഈക്വലായിരിക്കും 2�9ന് ഈക്വലായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3ൽ നോക്കൂ. ഫൈൻഡ് ദ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പർ ഓഫ് 210. എന്താ 210 എന്ന നമ്പറിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറയണത്. നമുക്കറിയാം എത്രയാണെന്ന്. നമ്മളെങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് ദി നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളോട് ഏത് നമ്പറാണ് പറയണേ 210 ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഫാക്ടർ ഉണ്ട്? 1 × 210 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത് 210 തന്നെ കിട്ടും. അപ്പോൾ 1 ഉണ്ട് 210 ഉണ്ട്. പിന്നെ 2നെയും കൊണ്ട് ചെയ്തുകൊണ്ട് 2 × 105. അപ്പോൾ 2 ഉണ്ട് 105 ഉണ്ട്. ഇനി 3 കൊണ്ട് ചെയ്താലോ 3 കൊണ്ട് ചെയ്താലും ഉണ്ട് അല്ലേ. 3 × 70 ചെയ്താലും നമുക്ക് 210 ആണ് കിട്ടുന്നത്. അപ്പോൾ 3യും 70 ഉണ്ട്. 4 × ഉണ്ടോ? ഇല്ല. ഇനി 5 × ചെയ്ത് നോക്കിയേ. 5 × 42 ചെയ്താലും നമുക്ക് എന്താ കിട്ടുന്നത് 210 ആണ്. അപ്പോൾ 5ഉം 42 ഉണ്ട്. പിന്നെയോ 6 × 35. 6 × 35 ചെയ്താലും നമുക്ക് എന്താണ് 210 ആണ് കിട്ടണേ. അതുപോലെ 7 × 30 ചെയ്താലും എന്താണ് 210 ആണ്. 8ൻ്റെ ഇല്ല 9ൻ്റെ ഇല്ല. 10 × 21 ചെയ്താൽ നമുക്ക് എന്താ കിട്ടണേ 210 ആണ്. അപ്പോൾ 10ഉം 21 ഉണ്ട്. പിന്നെ 14 × 15. 14 × 50 ചെയ്താലും നമുക്ക് എന്താ കിട്ടുന്നത് 210 ആണ്. അപ്പോൾ എത്ര ഇതുണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പം മൊത്തം എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് 16. എത്ര ഫാക്ടേഴ്സ് ഉണ്ട് 16. ഇതിങ്ങനെ ഓരോന്നും കൊണ്ട് നിങ്ങൾക്ക് ആ നമ്പറിനെ ഇൻറ്റു ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്കറിയാം പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങളോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി 210നെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റിയ നമ്പർ അല്ലേ. 2ൽ 105 3ൽ 135 അല്ലേ 5 പിന്നെന്താണ് 7 35 അല്ലേ. ക്ലിയർ ആയോ? 105 × 2 210. ഇനി എന്താണ് 35 × 3 105. ഇനി 7 35. അതായത് നമുക്ക് എങ്ങനെ കിട്ടണേ 2 × 3 × 5 × 7. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പർ നമുക്ക് എങ്ങനെ മൊത്തം എത്ര ഉണ്ട് ടോട്ടൽ നമ്പർ 16 ഉണ്ട്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടണേ 2 × 3 3 × 5 5 × 7 ചെയ്താൽ നമുക്ക് എന്താ കിട്ടണേ 210 തന്നെയാണ് കിട്ടുന്നത്. ബി ഫൈൻഡ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഓൾ ദ അതർ കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പർ പെയർ 504 ആൻഡ് 540 504ൻ്റെയും 540ൻ്റെയും മറ്റുള്ള കോമൺ ഫാക്ടേഴ്സിന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യാം? നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കണം അല്ലേ. ആദ്യം നമുക്ക് 504 ഇട്ട് കൊടുക്കാം. 504 എത്രയാണ് 2ൽ അല്ലേ. 2ൽ 252 × 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ 504. ഇനി 252 കിട്ടാൻ 126 ഇൻറ്റു അല്ലേ 2ൽ. ഇനി 126 63 63ൽ 3ൽ അല്ലേ 21. വീണ്ടും 3ൽ എത്രയാണ് 7 3 21. അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കിട്ടുന്നത് 3 2 ആണ് അല്ലേ. 2⁻3 ഇൻറ്റു എത്രയാണ് 3²
ഇൻറ്റു എത്രയാണ് 7. ഇതുപോലെ നിങ്ങൾ ഇതിൻ്റെയും ചെയ്യണം, 540ൻ്റെയും ചെയ്യണം. 540ൻ്റെയിൽ 2ൻ്റെയിൽ പോകുന്ന നോക്കണം. 2ൻ്റെയിൽ എത്ര 270 ഇൻറ്റു 2 അല്ലേ. പിന്നെയോ 270 ചെയ്യുമ്പോൾ 135 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. 135 കിട്ടണമെങ്കിൽ 3 കൂടും, 2 45. 45ൽ 3 നോക്കുക. ഇനി 15 ഇൻറ്റു 1 അല്ലേ. 45 ശരി. പിന്നെ എത്രയാണ് 15ൽ 15. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടണേ? രണ്ടാമത്തെ ഫാക്ടർ 504ൻ്റെയാണ് ഇത്. 540ൻ്റെ എങ്ങനെയാണ് നോക്കൂ. 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു എത്രയാണ് 5. ക്ലിയർ ആയോ? 2 സ്ക്വയർ 3 ക്യൂബ് ഇൻറ്റു 5. ഇനി കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. കോമൺ ഫാക്ടേഴ്സ് നോക്കൂ. കോമൺ ഫാക്ടേഴ്സ് നോക്കൂ. കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 1 2 ഉണ്ട്, 2 റേസ്റ്റ് സ്ക്വയർ 3, 2 ഇൻറ്റു 3, 2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. 3 സ്ക്വയർ 2 ഇൻറ്റു 3 സ്ക്വയർ, പിന്നെ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, അതായത് 1 2 2ൻ്റെ സ്ക്വയർ 4, പിന്നെ 3 2 ഇൻറ്റു 3 6, 2 സ്ക്വയർ 4, 4 ഇൻറ്റു 3 12, പിന്നെ ഏതാ പിന്നെ 9 അല്ലേ. 3 സ്ക്വയർ 9, 2 ഇൻറ്റു 3 സ്ക്വയർ, അപ്പോൾ 9 ഇൻറ്റു 2 18, പിന്നെ ഇത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 4 ഇൻറ്റു 3 സ്ക്വയറിനാണ് 9, അപ്പോൾ 4 ഇൻറ്റു 9 36. ഇതിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഏതാണ് ലാർജസ്റ്റ് കോമൺ ഫാക്ടർ? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ അല്ലേ. അപ്പോൾ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഓക്കെ, സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്? 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ കോമൺ ലാർജസ്റ്റ് ഫാക്ടർ ഏതാണ്? ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാണ്. ഏതാണ്? 1 ആണ്.